മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളത്. പലപ്പോഴും കൺഫ്യൂഷൻ സ്റ്റേജിൽ പോലും എത്തുന്നില്ല. പലപ്പോഴും ആളുകൾ അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കുറേ എൻഗേജ്മെന്റ് വന്നിട്ടുണ്ടാവും, അഥവാ എൻക്വയറീസ് വന്നിട്ടുണ്ടാവും, ലീഡ്സ് വന്നിട്ടുണ്ടാവും, മെസ്സേജസ് വന്നിട്ടുണ്ടാവും. അതിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യില്ല. എന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും നമ്മുടെ ബിസിനസ്സിന് മാച്ചിങ് അല്ല, അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല, ഇറക്കുന്ന പൈസ വേസ്റ്റ് ആവുകയാണ്. ഇങ്ങനെയുള്ള ഒരു തോട്ടിലേക്ക്, ജനറലൈസേഷനിലേക്ക് പല ബിസിനസ് ഓണേഴ്സും എത്തുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇതിൻ്റെ ഒക്കെ ഒരു മൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തതിൻ്റെ കാരണമാണ്. ലീഡ്സ് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ലീഡ്സ് എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ എൻഡ് റിസൾട്ടാണ് ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം വരുന്ന ഒരു സിസ്റ്റമാണ് സെയിൽസ് സിസ്റ്റം എന്നുള്ളത്. ഈ വന്ന ലീഡ്സുകളെ, എൻക്വയറീസിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു എഫേർട്ട് ഇടേണ്ടതുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് ആ ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യണത് അങ്ങനെ ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ഈസിയർ മെത്തേഡാണ്. പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് മാത്രമൊന്നും ആയിരിക്കില്ല. പക്ഷേ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള നമ്മളെ ക്ലയൻസിനൊക്കെ, ബ്രാൻഡ് മന്ത്രയിൽ വരുന്ന ക്ലയൻസിനൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തത് അണ്ടർസ്റ്റാൻഡ് ദ ഓഫർ എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പയിനിൽ ഒരു ഓഫർ ഉണ്ടാവും. ഓഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര % ഓഫ് എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന് സം ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഓഫറിനെ പറ്റി കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സിൽ നിന്നും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും. മുന്നൊരു വീഡിയോയിൽ നമ്മൾ ഫീച്ചറും ബെനിഫിറ്റും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഫർദർ ഡീറ്റെയിലിങ്ങിന് അത് കാണാവുന്നതാണ്. നമ്മളുടെ ബിസിനസ്സിലെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഈ ഓഫർ നമ്മൾ കറക്റ്റായിട്ട് ഫീച്ചർ ബെനിഫിറ്റ് കമ്പാരിസണിലൂടെ എന്താണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, എക്സാക്ട്ലി എന്താണ് ഓഫർ ചെയ്യുന്നതിനെ പറ്റി കറക്റ്റ് ധാരണ ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഒരു USP ആയിരിക്കും അവിടെ ഓഫറായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സോളാറിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഓഫ് സീസണൊക്കെ ആയതുകൊണ്ട് ഈ സമയത്ത് നല്ലൊരു ഓഫർ, നേരത്തെ പറഞ്ഞ പോലെ ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ട്. 99,000 തന്നെ നമുക്ക് വീട്ടിൽ ഡൊമസ്റ്റിക് ആയിട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് അവിടെ പോയിന്റ്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ഓഫറായിട്ടുള്ള അല്ലെങ്കിൽ USP ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രൈസാണ്. 99,000 രൂപക്ക് സോളാർ വെക്കാം എന്നുള്ള പ്രൈസാണ്. അല്ലാതെ എന്തല്ല, നിങ്ങളെ വീട്ടിൽ ഇത് ഇങ്ങനെ ആക്കല്ലേ, നിങ്ങൾക്ക് സോളാർ വെച്ചുകൂടെ എന്നുള്ള അവയർനെസ്സും കാര്യങ്ങളൊന്നും അല്ല. ഓൾറെഡി സോളാർ വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറിയൊരു തോന്നലൊക്കെ ഉണ്ടാവും, സോളാർ വെക്കണോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മുമ്പിൽ ഇത്രയും കുറഞ്ഞ ചെലവിന് ഓൾറെഡി അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് ഭയങ്കര നഷ്ടമാണ്, അത്രയും പൈസ മുടക്കിയിട്ട് ചെറിയൊരു പൈസ അല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഓഡിയൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുമ്പിൽ നമ്മൾ വെക്കുന്ന ഓഫർ എന്താണ്, 99,000 രൂപക്ക് നിങ്ങൾക്കത് ചെയ്യാം, സബ്സിഡി ഒക്കെ അടക്കാനുള്ള ഒരു പ്രൈസിങ് ആണ്. അപ്പോൾ അത് കിട്ടാത്തൊരു പ്രൈസിങ് ആണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് കുറഞ്ഞ സമയത്ത് മാത്രം കൊടുക്കുന്ന, ഇവരുടെ ബ്രാൻഡിൻ്റെ ഒരു സ്കെയിലപ്പ് പ്രൊമോഷനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സ്പെഷ്യലി കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിങ് ആണ് എന്തുള്ളത്, 99,000 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഓഫർ എന്നുള്ളത്. അപ്പോൾ 100 കാര്യം പറയാന്നുള്ളതല്ല, ആളുകളെ അട്രാക്ട് ചെയ്യിക്കുന്ന എക്സാക്ട് ഓഫർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഏത് ഫോളോ അപ്പ് കിടക്കുമ്പോഴും ഇത് മനസ്സിലാക്കണം. അല്ലാഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ മുമ്പിൽ പലതും ഇങ്ങനെ പറയും. അത് ഓർക്ക് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഓരോടെ നിർത്തിപ്പോവും. സോറി പിന്നെ വിളിച്ചാൽ ഞാൻ അപ്പോൾ തിരക്കിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇതിങ്ങനെ കണ്ടിട്ട് വോയിസ് എന്തെങ്കിലും അയക്കണമെങ്കിൽ അത് കണ്ടിട്ട് ഇഗ്നോർ ചെയ്ത് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ഓഫർ എന്താണെന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മുടെ കേസിൽ എന്താണ് ഓഫർ എന്നുള്ളത്. രണ്ടാമത്താണ് ലെവൽ ഓഫ് ഫിൽട്രേഷൻ. ഓരോ ബിസിനസ്സിനും ഫിൽട്രേഷൻ്റെ ലെവല് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ബിസിനസ്സിലൊക്കെ എൻക്വയറീസ് എത്ര മണികളും വന്നോട്ടെ പ്രശ്നമില്ല എന്നുള്ളതായിരിക്കും. ഏത് എൻക്വയറിക്കും നമുക്ക് കൊടുക്കാൻ സാധനമുണ്ട് എന്നുള്ളതായിരിക്കും. പക്ഷേ പല ബിസിനസ്സിലും, ഒട്ടുമിക്ക ബിസിനസ്സിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അത് ഒരു സ്പെസിഫിക് നീഷിലേക്കുള്ളതായിരിക്കും, ഒരു സ്പെസിഫിക് സെഗ്മെൻറ്റിലേക്കുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് വേണ്ടതുണ്ട്, ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ലോഹ ഡോർസിൻ്റെ കേസിലും ഒക്കെ ഈ ഒരു ഫിൽട്രേഷൻ ഉണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹ ഡോർസിൻ്റെ ഒക്കെ കേസിൽ എൻക്വയറി വരുന്നത് വീട് പണി തുടങ്ങിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞല്ലോ. വീട് പണി തുടങ്ങിയ ആൾക്കാർ, അല്ലെങ്കിൽ വീട് പണി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് നമ്മളുടെ ഓഡിയൻസ്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇതൊന്നും അല്ലാതെ ഇതിനെപ്പറ്റി ക്യൂരിയസ് ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ടാവും, ഇതിനെപ്പറ്റി എന്താ പറയുക ആർക്കിടെക്ചേഴ്സ് ഉണ്ടാവും, അത് നമ്മളുടെ ഓഡിയൻസ് ആണ്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, വെറുതെ ഇതിനെപ്പറ്റി ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ അടിച്ചു വിട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണി തുടങ്ങിയ ആൾക്കാരാണോ, അല്ലെങ്കിൽ വീട് പണി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചേഴ്സ് കാര്യങ്ങളാണോ. ഈ ഫിൽട്രേഷനാണ് നമുക്ക് വേണ്ടി വരിക. ചില കേസിൽ ഭയങ്കര മൈന്യൂട്ടായിട്ട് ഫിൽട്ടർ ചെയ്ത് പോകേണ്ടി വരും. ഇപ്പോൾ നമ്മളെ
സംബന്ധിച്ചിടത്തോളമൊക്കെ എല്ലാ ആൾക്കാരും നമ്മളെ ഒരു കസ്റ്റമേഴ്സ് അല്ല. നമ്മൾക്ക് ഇത്ര ബഡ്ജറ്റെങ്കിലും മാർക്കറ്റിങ്ങിന് മാറ്റി വെക്കണം എന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അതിലൊരു തോട്ടുള്ള, ഏറ്റവും ബേസ് ലെവലിൽ അത്രയെങ്കിലും ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബ്രാൻഡ് മന്ത്രിയിലൊക്കെ നമുക്ക്. അപ്പോൾ ആ ഒരു ഫിൽട്രേഷൻ വേണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും ബേസിക് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരായിരിക്കണം, ബിസിനസ് ഉള്ള ആൾക്കാരായിരിക്കണം, അവിടെ ഒരു ഓപ്പറേഷൻ സെഗ്മെന്റിലൊക്കെ എഫക്റ്റീവ് ആയിരിക്കണം, സെയിൽസിന് മാനേജ് ചെയ്യാൻ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു പേഴ്സണെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫിൽട്രേഷൻ പോയിന്റുകളുണ്ട്. അപ്പോൾ നമ്മളുടെ കേസിൽ ഈ ഫോളോ അപ്പിന് മുന്നേ എത്രത്തോളം ഫിൽട്രേഷൻ നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അല്ലാഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പറഞ്ഞു കുടുങ്ങും. കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യമില്ലെങ്കിൽ നമ്മൾ അത്രയും വേസ്റ്റ് ആക്കുന്ന എനർജി വേസ്റ്റിംഗ് ആണ്. പക്ഷേ ഒന്നും ഉണ്ടാതിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ കൂടി അവരെ മുമ്പിൽ നമ്മളെ ബ്രാൻഡിനെ പ്രസന്റ് ചെയ്യണം. നമ്മൾ വേറെ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ലീഡും നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നമ്മൾ ഒരു നിലക്കും നമ്മളെ ടാർഗറ്റ് അല്ലെങ്കിൽ കൂടി ചുമ്മാ നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള ലെവലിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ത്രൂ ഒക്കെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് മേ ബി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേർഡ് ഓഫ് മൗത്ത് ത്രൂ ഒക്കെ നമ്മളെ പേരോ നമ്മളെ കൊടുക്കുന്ന ഓഫറിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായകരാകും. അപ്പോൾ ഈ ലെവൽ ഓഫ് ഫിൽട്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ ടോട്ടൽ വരുന്ന എൻക്വയറീസിൽ നിന്ന് ഏത് തരത്തിലൊക്കെയാണ് നമുക്ക് ഫിൽട്ടേഡ് ആവേണ്ടത് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളവർക്ക്. തേർഡ് സ്റ്റെപ്പ് സ്ട്രാറ്റജൈസ് ദ ഫ്ലോ എന്നുള്ളതാണ്. ഈ ഫോളോ അപ്പിന് ശേഷമുള്ള ഫ്ലോ എന്തായിരിക്കും എന്നുള്ള സ്ട്രാറ്റജൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സോളാർ ബ്രാൻഡിൻ്റെ കേസിലൊക്കെ അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഓഡിയൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം. സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ജെന്യുവൻ കസ്റ്റമേഴ്സ് ആണെന്നുള്ളത് ഫിൽട്ടർ ചെയ്യണം. അതിനുശേഷം അവരെ മുമ്പിൽ ഈ ഓഫറിനെ പറ്റി എന്ത് വേണം, എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഇതിലുള്ളൊരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ 99,000 കൊടുക്കുന്നുണ്ട്, പക്ഷേ അവരൊക്കെ എന്ത് ചെയ്യും, എക്സ്ട്രാ ചാർജസ് ഉണ്ടാവും, ഇൻസ്റ്റാളേഷന് വേറെ ചാർജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫ്ലോ സെറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഓൾറെഡി അവർക്ക് ഉണ്ടാവാം. അപ്പോൾ അതിനെ തുരത്തുന്ന രീതിയിൽ, അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വേണ്ടി വരും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ എന്താണ്, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ 99,000 ഇടയ്ക്ക് എല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, പറയണം. അതിനുശേഷം ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയണം. അങ്ങനെയൊക്കെ ഒരു ഫ്ലോ ഉണ്ടാവും, ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ കേസിലാണ് ചെയ്തത്. അപ്പോൾ ഇത് കോള് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ മെസ്സേജ് കണ്ട് റിപ്ലൈ ചെയ്യുമ്പോഴോ അപ്പം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഓൾറെഡി ഇത്തരം വരുന്ന ലീഡ്സിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഈ തരത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഈ തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ തരത്തിലുള്ള മറുപടികൾ വേണം എന്നുള്ള തരത്തിലൊക്കെ നമുക്കൊരു ഫ്ലോ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനാണ്. 3 കാര്യങ്ങൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാം. 3 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓഫർ എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ലെവൽ ഓഫ് ഫിൽട്രേഷൻ നമ്മൾ തീരുമാനിക്കുക, പിന്നെ സ്ട്രാറ്റജൈസ് ദ ഫ്ലോൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഫ്ലോ വരുന്ന ലീഡ്സിന് ഏത് തരത്തിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാക്കുക. ഇത് ബേസ് ചെയ്തിട്ടാണ് 4ാമത്തെ സ്റ്റേജിൽ കിടക്കുന്നത്. ഒരു വോയിസ് റെക്കോർഡിംഗ് ഉണ്ടാക്കുക. ഇത് മാത്രമാണ് മെത്തേഡ് എന്നുള്ളതല്ല, അതൊരു ഈസിയർ മെത്തേഡാണ്. ഒരു വോയിസ് റെക്കോർഡിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വോയിസ് റെക്കോർഡിംഗ് ഉണ്ടാക്കുന്നത്. വോയിസ് റെക്കോർഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹുക്കായിരിക്കും. അവരെ ഇൻട്രസ്റ്റിംഗ് ജനിപ്പിക്കുന്ന രീതിയിൽ ഈ ഓഫർ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഹുക്ക് വേണം. അത് ചിലപ്പോൾ അവരെ പെയിൻ പോയിന്റ് പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഓഫറിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കാം. ഏത് കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന ബിസിനസ് ആ ടാർഗറ്റ് ഓഡിയൻസിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ബെനിഫിറ്റ് എന്ത് പെയിൻ പോയിന്റ് ആണ് സോൾവ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂ പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുന്ന ഇഷ്യൂവിനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഓക്കെ, എനിക്കും ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ട് ബാക്കി വോയിസ് കൊണ്ട് കേൾക്കാം. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു 3 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ലെങ്ത് ഉള്ള ഒരു വോയിസ് ആണെങ്കിൽ ആ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ത് തീരുമാനിക്കണം, ബാക്കി ഫുൾ വീഡിയോ വോയിസ് കേൾക്കാം എന്ന് തീരുമാനിക്കണം. ഇതിപ്പോൾ വോയിസ് ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡാണെന്ന് തന്നെ വിചാരിക്കാം. ആ വോയിസ് റെക്കോർഡിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു 20 സെക്കൻഡിനുള്ളിലെങ്കിലും മിനിമം നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ ഹുക്ക് ചെയ്യാൻ പറ്റണം. ആളുകളൊക്കെ ബാക്കിയും കൂടെ കേൾക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് പോസ് ചെയ്തിട്ട് ബാക്ക് അടിക്കും. ആൾക്കാർക്കൊന്നും സമയമില്ല. അപ്പോൾ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹുക്ക് ചെയ്യാൻ ശ്രമിക്കണം. സെക്കൻഡ് പോർഷനിൽ നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണെന്നുള്ളത്, ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് പറയണം. 3ാമത്തിൽ അതിൻ്റെ സ്റ്റെപ്സുകൾ, ഇത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നടക്കുക എന്നുള്ളത്. ഇതെന്തിനാ വെച്ചാൽ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇല്ലാഞ്ഞൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല. എനിക്കിത് ഇൻട്രസ്റ്റഡ് ആണ്, ഓക്കെ ഇനി അടുത്തത് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വോയിസിൽ തന്നെ നമ്മൾ ആ കാര്യം കൺവേ ചെയ്യുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇന്നെ ചെയ്താൽ മതി, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്യും, എന്നിട്ട് ഇന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയാണ് നമ്മൾ ആ സർവീസ് കൊടുക്കുക എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് നമ്മൾ സർവീസിനെ കുറിച്ചും ഈ ഒരു സെയിൽസ് പ്രൊസീജിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എൻ്റെ ചെയ്യിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് എൻ്റെ ചെയ്യിക്കുക. ഇത് എന്തിനാന്ന് ബേസ് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് അവരെ കൃത്യമായിട്ടുള്ള ഈ ഫിൽട്രേഷൻ സംഭവിക്കുക, അവർക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. പലപ്പോഴും ഉണ്ടാവുക വെച്ചാൽ ഇങ്ങോട്ടൊരു ഫോളോ അപ്പ് വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും, വാട്സപ്പ് ക്യാമ്പയിനൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സാധനം കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ഇങ്ങോട്ടൊരു റിസൾട്ട് ഇങ്ങോട്ട് ഒന്നും അയക്കൂല. അപ്പോൾ അയപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് എൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ സോളാറിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ കേസിൽ നമുക്ക് ഇതൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മൾ ആ ക്ലയൻറ്റിനോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഓഫർ ഫോക്കസ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 99,000 എന്നുള്ളത് നോർമലി കൊടുക്കാത്തൊരു ഓഫറാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ റീസൺ കൊണ്ടും നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ആനിവേഴ്സറി പ്രമാണിച്ചും ഒക്കെ നമ്മൾ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ പ്രൈസാണ് 99,000 എന്ന് പറയുന്നത്. ഈ 99,000 കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ പറയാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സ്പെസിഫിക് ക്യാമ്പയിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ പ്രൈസ് മാത്രമാണ്, പ്രൈസിങ് തന്നെയാണ് അതിൻ്റെ ഓഫർ. പിന്നെ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ കാര്യമില്ല, ആ ക്രെഡിബിലിറ്റി അവിടെ വരണം. നമ്മൾ ഇത്ര കാലങ്ങളായിട്ട് ഇവിടെ മാർക്കറ്റിലുള്ളതാണ്, ഇത്ര സക്സസ്ഫുൾ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫറിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഉൾപ്പെടും എന്നുള്ളത് അവിടെ ക്ലാരിഫിക്കേഷൻ വരുത്തുമ്പോഴാണ് ഒന്നും കൂടെ അതിനോടൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആളുകളെ അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്തു, ഇവിടെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു കൺഫ്യൂഷനെ മറികടക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു, കൺഫ്യൂഷനെ മറികടന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ കേസിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുക, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ KCB ബില്ല് ലാസ്റ്റ് ബില്ല് അനലൈസ് ചെയ്തിട്ട് എത്രത്തോളം പവർ നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ള അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പാനലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സബ്സിഡീൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സും കുറച്ച് പൈസ അടക്കണം, റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അടക്കണം. അതിനുശേഷം ഇങ്ങനെ ആയിരിക്കും, ഇത്ര ദിവസം കൊണ്ടായിരിക്കും ഇൻസ്റ്റാളേഷൻ സംഭവിക്കുക. ഇൻസ്റ്റാളേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത്ര കൊല്ലത്തെ ഫ്രീ സർവീസ് നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവും. സർവീസിന് ഇന്ന നമ്പറിൽ വിളിച്ചാൽ മതി, വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് നമ്മൾ എത്തിയിട്ട് നന്നാക്കി തരും എന്നുള്ളതൊക്കെ. അപ്പോൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഈ ആൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് സോളാർ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഓക്കെ ആണ് എന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള സ്റ്റെപ്സുകൾ നമ്മളിവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈ ഇൻട്രസ്റ്റിൽ നിന്നും കൺഫ്യൂഷൻ മറികടന്നിട്ട് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ ബിസിനസ്സിനെ പറ്റി നമ്മുടെ സർവീസിനെ പറ്റിയും ഈ ഒരു സെഗ്മെൻറ്റിലെത്തും. എന്നിട്ട് ആ വോയിസ് എൻ്റെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങളെ ലൊക്കേഷനും നിങ്ങളെ പേരും, അങ്ങനെയാണ് നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ പേരും നിങ്ങൾ വീട് നിൽക്കുന്ന ലൊക്കേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും ലാസ്റ്റത്തെ KCB ബില്ലും ഒന്ന് റിപ്ലൈ ആയിട്ട് അയക്കുമോ എന്നുള്ള ലെവലിൽ ഒരു മറുപടി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെസ്സേജ് അയക്കാം. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വോയിസ് കേട്ടിട്ട് ഓർമ്മ ഉണ്ടാവില്ല, അപ്പോൾ ആ ബുള്ളറ്റ് പോയിന്റ് പോലെ അയക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നെയിം 2 കുത്ത് ഒരു ഡാഷ്, അടുത്തത് അഡ്രസ് 2 കുത്ത് ഡാഷ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള അളക്കാൻ പറ്റും. രണ്ടാമത്തത് അവരെ കൊണ്ട് തിരിച്ച് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ കോൺവെർസേഷൻ ഒന്നും കൂടെ അവരിങ്ങോട്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മളൊരു വോയിസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. കാരണം ഒരൊറ്റ വട്ടം ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വോയിസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോളോ അപ്പ് മെസ്സേജ് വന്നു കഴിഞ്ഞാലും ഏത് ലീഡ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ വോയിസ് റെക്കോർഡിങ്ങും ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു ബുള്ളറ്റ് പോയിന്റ് മെസ്സേജും കൂടെ ജസ്റ്റ് ഫോർവേഡ് ചെയ്താൽ മാത്രം മതി അവർക്ക് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത് അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ ക്ലാരിഫിക്കേഷനിലൂടെ പ്രസൻറ്റ് ചെയ്ത് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഹുക്കും കൂടെ ഇട്ട് കൊടുക്കാൻ അത് മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് വരുന്ന ഡീറ്റെയിൽ മാർക്കറ്റിങ്ങിലും പെർഫോമൻസ് മാർക്കറ്റിംഗിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ തരത്തിലൊരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കി അത് അയച്ചു കൊടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫിൽട്രേഷൻ സംഭവിക്കും. നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള നമ്മളെ ബ്രാൻഡിങ് നടന്നിട്ടുള്ള ഈ വോയിസിലൊക്കെ ആ ബ്രാൻഡിങ് നടക്കണം. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഇംപ്രഷനാണ്, അവരുടെ ഉള്ളിൽ വരുന്നൊരു ഇംപ്രഷനാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മളെ പറ്റി ഇംപ്രസ്ഡ് ആയിട്ട് ഒന്നും കൂടെ ആ ഒരു ചൂസ് ചെയ്യാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. കാരണം ഫുൾ ക്ലാരിഫൈഡ് ആണ് എന്താണ് നമ്മൾ ഓഫർ എന്നുള്ളത്, ക്ലാരിഫൈഡ് ആണ്. അവരുടെ കൺഫ്യൂഷൻസ് മൊത്തം ഇതിൽ ക്ലാരിഫൈഡ് ആണ്. അവർ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ആ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തരത്തിൽ ഒരു ഇനീഷ്യൽ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇവരെ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ കുറേ പേര് ഇതിലൊരു സെറ്റ് ഓഫ് ആൾക്കാർ അപ്പം തന്നെ എന്ത് ചെയ്യും, തിരിച്ചയക്കും.
മെസ്സേജ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചയക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും. കുറച്ച് ആൾക്കാർ റിപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ മുഴുവനാക്കിയിട്ടുണ്ടല്ല, കുറച്ച് ആൾക്കാർ തീരെ റിപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. ഈ രൂപത്തിൽ ഓരോ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരായി ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ അടുത്ത ദിവസം ഇപ്പോൾ ഈ റിപ്ലൈ ചെയ്ത ആൾക്കാർ തന്നെ അതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഈ വിസിറ്റിങ്ങിനുള്ള ഒരു ടൈം എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. ഏത് സമയത്താണ് വരാൻ പറ്റുക, തിങ്കളാഴ്ച വന്നാൽ സാർ അവിടെ ഉണ്ടാവുമോ എന്നുള്ള ലെവലിലേക്കായിരിക്കും ആ ഒരു കോൺവെർസേഷൻ നടക്കുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ ആ കോൺവെർസേഷൻ എവിടെ നിർത്തിയോ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും സംസാരിക്കണം. ഇപ്പോൾ ഒരു കസ്റ്റമർ പറയാണ് ടൈം കൺഫർമേഷൻ ഞാൻ തിങ്കളാഴ്ച പറയാം, മൺഡേ പറയാം. ഇത് നടക്കുന്നത് തലേ ആഴ്ച ഒരു തേഴ്സ്ഡേ ആണ്. അപ്പം തന്നെ നമ്മളൊരു കലണ്ടറിൽ അത് മാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ CRM സിസ്റ്റത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് മൺഡേ വിളിച്ചിട്ട് ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് തീരുമാനം. അപ്പോൾ അവിടെ പറയേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും, ഫർദറായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇതിലേക്കാണ് കടന്നു കഴിഞ്ഞാൽ ഒരു ചുരുളി എഫക്റ്റ് ഉണ്ടാവണം. ഒരാൾക്ക് വേറിട്ട് പോകാൻ പറ്റില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് മടക്കല്ല എന്നുള്ള ലെവലിൽ ഓരോ ലീഡിനെയും നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ കസ്റ്റമർ ഒന്നെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ലെവലിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണം. ഇതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കൊരാളും ഒരു ഓപ്പൺ എൻഡായിട്ട് കിടക്കാൻ പാടില്ല, ഒരു ലീഡിൻ്റെ ഫ്ലോയും കിടക്കാൻ പാടില്ല. അപ്പോൾ മാക്സിമം അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ ഞാൻ സോറി എന്നുള്ള ലെവലിൽ ഞാൻ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ആക്കാം എന്നുള്ള ലെവലിൽ ഒരു ക്ലോസിങ് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഒരു ചുരുളി എഫക്റ്റ് നമ്മൾ ആ ഒരു ലീഡ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ എസ്പെഷ്യലി വാട്സപ്പ് ക്യാമ്പയിനിലൊക്കെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തത്. ഈ ഡാറ്റ എത്രത്തോളം ജെന്യുയിനായിട്ട് ആൾക്കാരാണ് വരുന്നത് എന്നുള്ള ഡാറ്റ നമുക്ക് മാർക്കറ്റിംഗ് ടീമിന് കൈമാറിയാൽ മാത്രമാണ് ആ മാർക്കറ്റിംഗ് ലീഡ്സ് ഒന്നും കൂടെ ബെറ്റർ ആവുള്ളൂ. പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ് ചെയ്യും, അത് സെയിൽസ് ടീം എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യൂല, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യൂല, എപ്പോഴെങ്കിലും ഫോളോ അപ്പ് ചെയ്യുള്ളൂ. ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്കിപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് ഇൻ്റഗ്രേഷൻ ഓപ്ഷൻസ്, വാട്ടി മാത്രമല്ല വാബീസ് എന്നുള്ള പേരിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഇൻ്റഗ്രേഷൻ ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് ലീഡ്സ് ഒക്കെ അറ്റ് എ ടൈം വരുന്ന സമയത്ത് ഇത് ഓരോരുത്തർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വേണം അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡിസ്കഷൻസ് വെക്കാം. ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഓരോ ചോയ്സസ് ഒക്കെ കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഫോളോ അപ്പ് എന്നുള്ളൊരു പ്രൊസീജിയർ മൊത്തത്തിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഈ വാട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതല്ല രീതി. കാരണം നമുക്കത് വാലിഡേറ്റ് ചെയ്യണം. ഈ ഒരു ഫ്ലോ ആണ് നല്ലതെന്നുള്ള വാലിഡേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ മാനുവലി ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു പാറ്റേൺ കിട്ടും. ഈ നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു പാറ്റേൺ ഇതാണെന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് വാട്സപ്പ് ഇൻ്റഗ്രേഷനിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലോ അവിടെ ഉണ്ടാവും. ഈ തരത്തിൽ നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം സെയിൽസിലും കൂടെ നമുക്ക് നടത്താൻ, നമ്മൾ ബിസിനസ് നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാർക്കറ്റിംഗ് ഓട്ടോമേറ്റഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ ലീഡ്സ് അകത്തേക്ക് വരും. ഈ ലീഡ്സിനെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു സെമി ഓട്ടോമേഷൻ ഉണ്ടാവുള്ളൂ. ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ട് ഒരു സെമി ഓട്ടോമേറ്റഡ് ആയിട്ട് ഏറ്റവും ഫിൽറ്റേഡ് ആയിട്ടുള്ള ക്രീമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ക്രീമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് പോയി നേരിട്ട് മീറ്റ് ചെയ്ത് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സെയിൽ ക്ലോസിങ് ഒന്നും കൂടെ ഈസിയർ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം വാട്സപ്പ് ഫോളോ അപ്പ് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി, കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ കസ്റ്റമർ സൈക്കോളജി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ കസ്റ്റമർ സൈക്കോളജി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.